ഹായ് ഫ്രണ്ട്സ്, മോംസ് വേഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മീൻ ഫ്രൈയെ പോലെ തന്നെ മീൻ ഫ്രൈ ചെയ്ത് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വഴുതനങ്ങ കൊണ്ടൊരു ഫ്രൈ തയ്യാറാക്കി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. എന്നാൽ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ, വാ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇതുപോലൊരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. അതിൻ്റെ വില 26 രൂപ കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ ഇത് ഒരെണ്ണം മതിയാവും നമുക്ക് ധാരാളം കേട്ടോ. കഴിക്കാൻ അത്ര വലിപ്പമുള്ളതാണ്. അപ്പോൾ നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒത്തിരി നൈസായും പോകരുത്, എന്നാൽ ഒരുപാട് കട്ടിയും ആയി പോകരുത്. ആ രീതിക്ക് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ. അപ്പോൾ ഇത് വഴുതനങ്ങ കഴിക്കാത്ത മക്കളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചോളും കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ മോള് കഴിക്കത്തില്ല വഴുതനങ്ങ, തീയൽ, മെഴുക്ക് വരട്ടി ഇതൊന്നും അവൾക്ക് ഇഷ്ടമല്ല. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവൾ കഴിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇത്രയും പുറം നല്ല ഭംഗിയാണെങ്കിലുണ്ടല്ലോ, കുറച്ച് ഭാഗം കട്ട് ചെയ്ത് വന്നപ്പോൾ അകത്ത് ചെറുതായിട്ട് കേടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ മീറ്റ് മസാല എടുക്കുന്നുണ്ട് കുറച്ച്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ, നല്ലൊരു ടേസ്റ്റ് കിട്ടും, ഒരു വ്യത്യസ്തമായ രുചി കിട്ടും. അപ്പോൾ ഞാനത് മീറ്റ് മസാല 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാശ്മീരി മുളക് പൊടി എടുക്കാം. അപ്പോൾ ഞാൻ 2 സ്പൂൺ മുളക് എടുക്കുന്നുണ്ട്. ഇച്ചിരി ഏറെ ഉണ്ടല്ലോ, അപ്പോൾ ഇച്ചിരി എരിയൊക്കെ വേണം. കാശ്മീരി മുളക് പൊടിക്ക് വലിയ എരിവില്ല. 1 സ്പൂണ് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചെടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കും അതുപോലെ തന്നെ ഒരു ഹൈപ്പും തരാൻ മറന്നു പോരുത് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ലൈക്ക് തരാതെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് ഒരുപാട് പ്രയോജനമുള്ളതാണ്. അതിലേക്ക് ഞാൻ ഒരു ലെമൺ ജ്യൂസ്, ചെറിയൊരു ലെമൺ കേട്ടോ, ചെറിയൊരു ലെമൺ മുറിച്ചെടുത്തതിൽ ജ്യൂസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഒരു 1.5 സ്പൂണ് അരിപ്പൊടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരിപ്പൊടിക്ക് പകരം കോൺഫ്ലവർ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഈ മസാലകളെല്ലാം ഒന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന്, ഒരുപാട് കട്ടിയായിട്ടും ആവാൻ പാടില്ല, എന്നാൽ ഒത്തിരി ലൂസായി പോകാനും പാടില്ല. ആ രീതിക്ക് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാനിതാ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ വഴുതന പീസിലും ഇത് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇതുപോലെ നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി. ഒരുപാട് പേര് തയ്യാറാക്കുന്നവരായിരിക്കും, അറിയാത്തവരുണ്ടെങ്കിൽ ഞാനത് വീണ്ടും വീണ്ടും പറയുക. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എത്ര വേണ്ടാന്ന് പറയുന്നവർ, അയ്യേ വഴുതനങ്ങ എന്ന് പറയുമ്പോൾ ചില പിള്ളേർക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് അവർ കഴിച്ചോളും. അപ്പോൾ ഇതാ ഞാനിതുപോലെ എല്ലാം ഒന്ന് ഈ മസാല പുരട്ടി ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. നല്ലൊരു റെസിപ്പി ആട്ടോ. ചോറിൻ്റെ കൂടെ നമുക്കിത് ഒരു 1-2 പീസ് എടുത്ത് അതുപോലെ തന്നെ ഒരല്പം മോര് കാച്ചിയതോ ഒക്കെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കഴിക്കാൻ. അപ്പോൾ ഞാനിതെല്ലാം മുളകെല്ലാം പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും, ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഞാനിത് വറുത്തെടുക്കുന്നത് കേട്ടോ. കുറച്ച് എണ്ണ മതിയാ, ഒരുപാട് എണ്ണ. നോൺ സ്റ്റിക്ക് പാനാകുമ്പോൾ ഒത്തിരി എണ്ണ ഒന്നും നമുക്ക് പിടിക്കത്തുമില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വഴുതനങ്ങ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ തീ ഒരുപാട് കൂട്ടി വെച്ച് കൊടുക്കണ്ട, അപ്പോൾ കരിഞ്ഞു പോകും, പുറം കരിഞ്ഞു പോകും. ആ കരിഞ്ഞു പോയാൽ ആ രുചി മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തീ ഒന്ന് കുറച്ച് വെച്ച് വേണം നമുക്കിതൊന്ന് മൊരിച്ചെടുക്കാൻ. 2 ഭാഗവും നല്ലപോലെ തിരിച്ചും മറിച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. ഇത് ഞാനിപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗം മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ. കൂടെ തന്നെ ഒരു ഹൈപ്പും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഞാൻ ഇതുവരെ എത്തിയത്. അപ്പോൾ തുടർന്ന് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇതാ ഞാനിത് ഇവിടെ വറുത്ത് കോരിയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ഒരു എന്താ പറയുക, മീൻ ഫ്രൈ വേണമെന്നുള്ളവർക്കൊക്കെ അങ്ങ് മീൻ കിട്ടാത്ത സമയത്തൊക്കെ ഇത് ഉണ്ടാക്കിയാൽ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ തയ്യാറാക്കി നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.